ബെനീസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യുനെസ്കോ പദവിയുള്ള പാരീസിലെ സീൻ നദിയുടെ ചുരുകൾക്ക് മുകളിലിരിക്കുന്ന ഗ്രീൻ ബുക്ക് ബോക്സുകൾ, കത്തീഡ്രൽ ഓഫ് നോട്ടർഡാം, അതുകൂടാതെ പോണ്ട അലക്സാണ്ടർ 3 എന്ന പാലത്തിൻ്റെ വേറിട്ട കാഴ്ചകളുമാണ്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നദിയുടെ മതിലിൽ വഴിയിലേക്ക് തിരിച്ചും അപ്പുറത്തെ സൈഡിൽ നദി ഈ വഴിയല്ലാതെ ഈ ഇപ്പോൾ കാണുന്ന അത് 4-5 കടകൾ അങ്ങേ സൈഡിലേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ആ സൈഡിലും ആ നദിയുടെ ഈ മതിലിൻ്റെ അങ്ങേ സൈഡ് വഴിയുണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതെല്ലാം ഈ വഴിയിലേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതേസമയം അടച്ചു കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് നദിയുടെ സൈഡിലേക്കാണ് ഓപ്പണിങ്. നദിയുടെ സൈഡിലും ഇതുപോലെ വഴികളുണ്ട്, ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്ക് തോന്നുന്നത് അതിൻ്റെ ഓപ്പണിങ് നദിയുടെ സൈഡിലേക്ക് ആയതുകൊണ്ടാണ്. ഇതുപോലെ നദിയുടെ 2 കരകളിലും ഈ ഇതുണ്ട്, കടകളുണ്ട്. പാരീസിലെ സീൻ നദിക്കരയിൽ നൂറ്റാണ്ടുകളായി നിലവിലുള്ള ഐക്കണിക് ഗ്രീൻ സ്റ്റാളുകളിൽ സാധാരണയായി പുരാതന സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ വിൽക്കുന്നു. ഇവർ ബോക്കിനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നദീതീരത്തെ പുസ്തക വിൽപ്പനക്കാരായ ലെസ് ബുക്കിനിസ്റ്റുകൾ സീൻ തീരങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പാരീസിലെ ഭൂപ്രകൃതിയുടെ ഭാഗമായ ഒരു വലിയ ഓപ്പൺ എയർ ബുക്ക് ഷോപ്പാണിത്. അവ സജീവമായ അന്തരീക്ഷവും സാംസ്കാരിക ആകർഷണവും സാഹിത്യപരവും ചരിത്രപരമായ പൈതൃകവും നൽകുന്നു. സീൻ നദിയുടെ ചുരുകൾക്ക് മുകളിൽ ഇരുവശങ്ങളിലിരിക്കുന്ന 900 ഗ്രീൻ ബുക്ക് ബോക്സുകൾക്ക് യുനെസ്കോ പദവിയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് അടുത്തത് നോട്ടർഡാം ദേവാലയമാണ്. നോട്ടർഡാം ദേവാലയത്തിൻ്റെ ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് നോട്ടർഡാം. നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ മുറ്റത്ത് പോയി നിന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. അവിടെ പലരും വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളും ആ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ വന്ന് അകത്തേക്ക് പ്രവേശനമില്ല, അത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ 2024 അവസാനത്തോടുകൂടി തുറക്കുകയുള്ളായിരിക്കും. നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റിയില്ല, പുറമെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ഈ ദേവാലയത്തിന് 128 മീറ്റർ നീളവും 69 മീറ്റർ ഉയരവുമുണ്ട്. ചരിത്ര സ്മാരകം എന്ന നിലയിലും ഈ ദേവാലയം പ്രസിദ്ധമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുന്ന 850 വർഷം പഴക്കമുള്ള കെട്ടിടമാണിത്. ഈ പള്ളിയുടെ കെട്ടിടത്തിന് 850 വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് പോണ്ട അലക്സാണ്ടർ 3 എന്നുള്ള ആ ഒരു പാലമാണ്. 1900 യൂണിവേഴ്സൽ എക്സിബിഷൻ്റെ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചരിത്ര സ്മാരകമായി തരംതിരിക്കുകയും ചെയ്ത പോണ്ട അലക്സാണ്ടർ 3 അതിൻ്റെ വാസ്തുവിദ്യയും സ്ഥാനവും കാരണം പാരീസിലെ ഏറ്റവും പ്രതീകാത്മകമായ പാലങ്ങളിലൊന്നായി മാറി. അതിൻ്റെ 4 അറ്റങ്ങളിലും 17 മീറ്റർ ഉയരമുള്ള കൂറ്റൻ പൈലോണുകൾ, കിരീടം ചൂടിയ ചിറകുള്ള കുതിരകളുടെ ഗിൽറ്റ് വെങ്കല ശില്പങ്ങൾ പ്രസിദ്ധമായ കല, ശാസ്ത്രം, വാണിജ്യം, വ്യവസായം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പോണ്ട അലക്സാണ്ടർ 3 ഇടതുകരയിലെ ഇൻവാലിഡുകളെ ഗ്രാൻഡ് പാലസുമായും വലതുകരയിലെ പെറ്റിറ്റ് പാലസുമായും ബന്ധിക്കുന്നു. പാലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ കെട്ടിടങ്ങളുടെയും ഈഫൽ ടവറിൻ്റെയും നേരെ കാണുന്ന ഈഫൽ ടവർ കാണാം. സെയിന് മുകളിലൂടെയും മനോഹരമായ കാഴ്ച ആസ്വദിക്കാം. ഇത് രാവും പകലും ഏത് സമയത്തും നടക്കാനുള്ള ഒരു ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു. പാരീസിൻ്റെ കാഴ്ചകളെ തടസ്സപ്പെടുത്താത്ത അത്ര താഴ്ത്തിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 40 മീറ്റർ വീതിയും 108 മീറ്റർ നീളവും 1.8 കിലോഗ്രാം സ്വർണം കൊണ്ട് അലങ്കരിച്ചതുമാണ് ഈ പാലം. ഇത് ഉരുക്ക് അടിത്തറയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൽത്തൂണുകൾ, സ്വർണം പൂശിയ വെങ്കല പ്രതിമകൾ, കാസ്റ്റ് ഇരുമ്പ് വിളക്കുകൾ എന്നിവ ഈ പാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു ചില വസ്തുക്കളാണ്. എല്ലാവരും അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. പാലത്തിൻ്റെ ഓരോ അറ്റത്തുമുള്ള 4 ചിറകുള്ള ശില്പങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്രാൻസേനയുടെ നിംഫും റഷ്യയുടെ നിംഫുമുള്ള ഫ്രാങ്കോ റഷ്യൻ സഖ്യത്തിൻ്റെ ഒരു ഉപമയാണ് ഈ ശില്പങ്ങൾ. നമ്മുടെ ആ വിളക്കുകളൊക്കെ വളരെ മനോഹരമാണ്. ഈ പാലത്തിലെ വിളക്കുകളാണ് നല്ല പ്രത്യേകത. കൂടാതെ ശില്പങ്ങളുണ്ട്. അതെല്ലാം ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ പോലെയാണ് നമ്മൾ കാണുന്നത്.
പറക്കുന്ന കുതിരകൾ, സ്വർണം പൂശിയ വെങ്കല പ്രതിമകളാണ്. ഞങ്ങൾ ആ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഇതൊക്കെ പാലത്തിലുള്ള പ്രതിമകളാണ്. ഇത് പാലത്തിൽ നിന്നാൽ സീൻ നദിയുടെ മനോഹാരിത ഒപ്പിയെടുക്കാം. അതുപോലെ ആ കാണുന്ന ഇൻവാലിഡ്സ് എന്നുള്ള നെപ്പോളിയൻ്റെ ശവകുടീരമൊക്കെയുള്ള സ്ഥലമാണ്. ആ സൈഡിലാണ് ഈഫൽ ടവർ. കാണുന്നതാണ് ഈഫൽ ടവർ. എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഈഫൽ ടവർ കിട്ടത്തക്ക രീതിയിൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അസ്തമന സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. എല്ലായിടത്തൊക്കെ ലൈറ്റ് ഇടാൻ തുടങ്ങി. നദിയിലൂടെ ബോട്ടുകളിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിൽ മുകളിൽ ആൾക്കാർ കുറവാണ്. ഒരാളെ കണ്ടേ യാത്ര ചെയ്യുന്നുള്ളൂ. മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം കുറവായതുകൊണ്ടാണ്. അതേസമയം അതിൻ്റെ പുറയിൽ വരുന്ന ബോട്ടിൽ നിറയെ യാത്രക്കാരാണ്, കുത്തിയൊലിച്ചു പോവാണ്. താഴെയും മുകളിലുമായിട്ട് നിറയെ ആൾക്കാരുണ്ട്. പക്ഷേ ചിലപ്പം നൈറ്റ് ജേർണിക്ക് മുമ്പുള്ള ലാസ്റ്റ് സർവീസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ, നിറയെ ആൾക്കാരിങ്ങനെ നിൽക്കാൻ. പലരും നിന്നാണ്, ഇരിക്കാൻ സ്ഥലമില്ല, നിന്നാണ് പലരും യാത്ര ചെയ്യുന്നത്. അത് വേറൊരു ബോട്ടാണ്. നമുക്കിപ്പോൾ പിറ്റേ ദിവസം യാത്ര ഇത് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അന്ന് ഉള്ള സൗകര്യത്തിൽ കണ്ടിട്ട് പോകാമെന്ന് ഉള്ളതേ ഉള്ളൂ. ബോട്ടിന് യാത്ര ചെയ്യുമ്പം കാണുന്ന ഈ പാലത്തിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. യാത്ര ചെയ്യുമ്പോഴും ഈ പാലത്തിൻ്റെ ദൃശ്യം വളരെ മനോഹരമാണ്.
നേരം സന്ധ്യ മയങ്ങി വരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലെ 6:50 7 മുമ്പായിട്ടല്ല അവിടെ സന്ധ്യ ആകുന്നത്, ലേറ്റായിട്ടാണ്. എല്ലായിടും വിളക്കൊക്കെ തെളിക്കാൻ തുടങ്ങി, ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ വിളക്കുകാലുകളിൽ പോലും ഭയങ്കര രസകരമായ പണികളാണ് ചെയ്തിരിക്കുന്നത്. ഈഫൽ ടവറിൻ്റെ ദൂരം നിന്നുള്ള പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. സുഹൃത്ത് സാബു തണുപ്പെന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതുവഴി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വലതുകരയിലുള്ള ഗ്രാൻഡ് പാലസാണ്. ഗ്രാൻഡ് പാലസ് ഡേ ചാംസ് എലിസിസിൻ്റെ ലിസൻസ് ചെയ്യുന്ന ഒരു ചരിത്രപരമായ സ്ഥലവും എക്സിബിഷൻ ഹാളും മ്യൂസിയം ഉള്ള സമുച്ചയമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പെറ്റിറ്റ് പാലസാണ്. അത് ഫ്രാൻസിലെ പാരീസിലുള്ള ഒരു ആർട്ട് മ്യൂസിയമാണ് പെറ്റിറ്റ് പാലസ്. അതിന് സ്മോൾ പാലസ് എന്ന് അറിയപ്പെടും. 1900 യൂണിവേഴ്സൽ എക്സിബിഷന് വേണ്ടി നിർമ്മിച്ചതാണ്. ഇപ്പോൾ സിറ്റി ഓഫ് പാരീസ് മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ആണ്. ഇത് നമ്മൾ ഈ രണ്ട് ബിൽഡിങ്ങുകളും നമ്മൾ പിന്നെ നമ്മുടെ ഓപ്പോ ബസ്സിൽ പോയപ്പോൾ കണ്ടിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ നടന്നു പോയപ്പോഴുള്ള വ്യൂസാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്തുള്ള രൂപങ്ങളൊക്കെ വളരെ മനോഹരമാണ്, കൊത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിൻ്റെ മുകളിലും രൂപങ്ങളിങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്.